ശബ്ദപരിധിയിൽ ഞങ്ങളെ വിനയപരിസരം ശ്രമിക്കുന്ന ഈ നാട്ടിലുള്ള എല്ലാ പ്രബുദ്ധരായ ദേശനിവാസികൾക്കും അനുശ്വരനായ യേശുക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഓർമ്മിപ്പിച്ചുകൊള്ളുകയാണ്. പെന്തക്കോസ് ഐക്യവേദി, മാറാനാഥ ഓൺലൈൻ ചർച്ച്, അതുപോലെ ഇവിടെ അടുത്തുള്ള IPC ബഥേൽ പ്രാദേശിക സഭയിൽ സംയുക്തമായി നടത്തപ്പെടുന്ന സുവിശേഷ സന്ദേശ യാത്രയാണ് ഈ കൊച്ചി കവലയിൽ എത്തി നിൽക്കുന്നത്. നിരവധി പ്രഭാഷണ പരമ്പരകളെ ശ്രമിച്ചിട്ടുള്ള മാന്യ ശ്രോതാക്കളാണ് ഞങ്ങളുടെ കേൾവിക്കാരെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള അനേക സംഭാഷണങ്ങൾ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാകാം. എന്നാൽ ചില മിനിറ്റുകൾ ഞങ്ങൾ അറിയിക്കുന്ന ഈ മാറ്റമില്ലാത്ത സന്ദേശത്തെ നിങ്ങൾ ഒന്ന് ചെവിക്കൊള്ളുമെങ്കിൽ ഇന്നുവരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു മഹാസന്തോഷം, അല്ലെങ്കിൽ നിത്യമായ സന്തോഷം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രാരംഭമായി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. സുന്ദര കേരളം, സമഗ്ര കേരളം, കവിവര്യന്മാർ നമ്മുടെ നാടിനെ നോക്കി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കായലും പുഴയും കടലോരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് നാം അധിവസിക്കുന്ന ഈ കൊച്ചു കേരളം. കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വശ്യ സൗന്ദര്യം കൊണ്ട് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന, അഭിമാനപൂർവ്വം നമ്മൾ പറയുന്ന ഒരു നാടാണ് നമ്മൾ അധിവസിക്കുന്ന ഈ കൊച്ചു കേരളം. സാക്ഷരത കൊണ്ടും സമ്പൽ സമൃദ്ധി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹിക പ്രബുദ്ധത കൊണ്ടെല്ലാം ഏറെ മുന്നിലാണ് നമ്മൾ അധിവസിക്കുന്ന ഈ കൊച്ചു കേരളം. മാത്രമല്ല, നിരവധി അഭിമാനിക്കാവുന്ന നേട്ടങ്ങളിൽ നമ്മുടെ കേരളം കൈവരിച്ചിട്ടുണ്ട് വിവിധ നിലകളിൽ. അങ്ങനെ കേരളത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് നിരവധി കാര്യങ്ങൾ നമുക്ക് ഉയർത്തി പറയാനുണ്ട്. കേരളം വിട്ട് നമ്മൾ എവിടെ ചെന്നാലും ഈ കേരളത്തെ കുറിച്ച് വളരെ അഭിമാനപുരസരമാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ കേരളത്തിന്റെ ഇപ്പോഴുള്ള നിലവിലുള്ള സ്ഥിതിഗതികൾ നമുക്ക് നന്നായിട്ടറിയാം. മദ്യവും മയക്കുമരുന്നും ഇന്നത്തെ നൂതന ലഹരി പദാർത്ഥങ്ങളും ഇവിടെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച സമാധാനവും സന്തോഷവും ഇവിടെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ പ്രധാന വില്ലനായി മാറിയിരിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ വളരെ ബഹുമാനപൂർവ്വം കണ്ടിരുന്നു, മുതിർന്നവരെ വളരെ ബഹുമാനപൂർവ്വം കണ്ടിരുന്നു. എന്നാൽ ഇന്ന് കാലഗതികൾ മാറി. ഇന്ന് വളരെ ഭയത്തോടുകൂടിയാണ് മുതിർന്നവർ കൊച്ചുകുട്ടികളോട് പോലും സംസാരിക്കുന്നത്. കാരണം അവരെന്തിനും എന്തുപദ്രവത്തിനും മുതിരുന്ന ഒരു വല്ലാത്ത ഒരു സ്വഭാവ സവിശേഷത ഇന്നുള്ള യൗവന തലമുറയിൽ കണ്ടുവരികയാണ്. എന്താണ് ഇതിന്റെയൊക്കെ പരമപ്രധാനമായ കാരണമെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അതിപ്രസരമാണ് നമ്മുടെ തലമുറകളെ വല്ലാത്ത ഒരു വഴിയിലൂടെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും ഇല്ലാത്ത ഒരു കൂടിവരവുകളിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ജനനമെന്നോ മരണമെന്നോ വ്യത്യാസമില്ലാതെ എന്തിനും ഏതിലും ഒരു പ്രധാന വിഭവമായി മദ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ അനേകരാണ് ആ ചതിക്കുടിയിലേക്ക് അകപ്പെട്ടു പോകുന്നത്. ഒരിക്കലും തിരികെ വരാൻ കഴിയാത്ത നിലകളിൽ
നീരാളിപ്പിടുത്തം പോലെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഇന്നിന്റെ തലമുറകൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള വഴികളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു. എന്നാൽ ഞങ്ങളെ ഇന്നൊരു നല്ല മനുഷ്യനാക്കി മാറ്റിയത്, എല്ലാത്തിനേക്കാൾ ഉപരി ഒരു ദൈവ മനുഷ്യനാക്കി മാറ്റിയത്, ദൈവമനുഷ്യനാക്കി മാറ്റിയത് മാറ്റമില്ലാത്ത സുവിശേഷമാണ്. ആ ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഉയർത്തി പറയാനുള്ളത്. മദ്യവും മയക്കുമരുന്നും കാരണം ഇവിടെ ആത്മഹത്യകൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കേ, ഇന്നത്തെ സാങ്കേതിക സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഇവിടെ ദിനപേപ്പറുകളിൽ, മാധ്യമ വാർത്തകളിലൊക്കെ നിരവധി നമ്മൾ കേൾക്കാറുണ്ട്. കഞ്ചാവും അത്തരം ലഹരി പദാർത്ഥങ്ങൾ പോലീസ് പിടിക്കപ്പെടുന്നു. നമ്മൾ കാണുന്ന വളരെ വിരളമായ വാർത്തകൾ. വലിയ ലോഡ് കണക്കിന് ലഹരികളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്ന തുലോം ചില വാർത്തകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നാം അറിയാതെ എത്രയോ അത്തരത്തിലുള്ള ലഹരികളാണ് ഈ കേരള മണ്ണിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് നിമിത്തം അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, അനേക യൗവന തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുന്നു, അനേക കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടതുപോലെ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നില്ല. ഒരു സമാധാന അന്തരീക്ഷം അവിടെ കുടുംബത്തിലില്ല. കാരണം അന്ത്യോളം പണി കഴിഞ്ഞ് വരുന്ന പിതാവ് മദ്യവെച്ച് മതോന്മത്തനായി ഭവനത്തിലേക്ക് വരുമ്പോൾ ആ ഭവനത്തിൽ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകത്തില്ല. പുകവലിക്കുന്ന പിതാവെ, പുകവലിക്കുന്ന മുതിർന്നവരെ, നിങ്ങൾ കണ്ടുവരുന്ന ഒരു യുവത്വമുണ്ട്, കുഞ്ഞു തലമുറകളുണ്ട്. അവര് അതിലേക്ക് അറിഞ്ഞോ അറിയാതെ ആകർഷിക്കപ്പെടുമ്പോൾ നഷ്ടമായി പോകുന്നത് നാളത്തെ ഇന്ത്യയുടെ പ്രധാന പൗരന്മാരായി ഉയർന്ന തലങ്ങളിലേക്ക് വളർന്നു വരേണ്ട നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയാണ് പലപ്പോഴും നാശത്തിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മദ്യത്തിനോട് വിട പറയൂ, പാൻമസാലകളോട് വിട പറയൂ, അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളോട് വിട പറയൂ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്താൽ നിറയട്ടെ, നല്ല തലമുറകൾ എന്തിനും വാർത്തു നിൽക്കപ്പെടട്ടെ. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു പരമപ്രധാനമായ കാരണം. ആത്മഹത്യകൾ കേരളക്കരയിൽ ഇന്നലെകളേക്കാൾ ഉപരി നിരവധി ആളുകളാണ് പ്രായ വ്യത്യാസമില്ലാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, നിങ്ങൾ വന്നിട്ടുണ്ടാകാം. 100-ലധികം ഊരുകളാണ് അട്ടപ്പാടിയിലുള്ളത്. ഒരു ഊരെന്ന് പറയുന്നത് 100-ലധികം വീടുകൾ, അവർ ആ എറൗണ്ട് തിങ്ങിപ്പാർക്കുന്ന ആ ഒരു പ്ലേസിനാണ് ഊരെന്ന് പറയുക. അത്തരത്തിൽ നിരവധി ഊരുകൾ അട്ടപ്പാടിയിലുണ്ട്. ചില ഊരുകൾ സന്ദർശിച്ചാൽ അവിടെ പല ഭർത്താക്കന്മാരും ഇല്ല. കാരണം അമിതമായ മദ്യ ഉപയോഗം അനേകർ മരണം വഴിയായി രോഗികളായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അനവധി ഇടവമാരെ സൃഷ്ടിച്ചെടുത്തു. കാരണം ഇത്തരത്തിലുള്ള ആ പ്രധാന മദ്യവും മയക്കുമരുന്നുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രവാദത്തിൽ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ആത്മഹത്യ ഒന്നിനും പരിഹരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ പ്രവാദത്തിൽ ഓർപ്പിക്കുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഈ നാമം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ജനകോടികൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ചെല്ലെത്താത്ത മേഖലകളില്ല, ഈ സന്ദേശം സ്വാധീനിക്കാത്ത വ്യക്തികളില്ല. ഈ സുവിശേഷം അനേകരിൽ രൂപാന്തരം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സത്യസുവിശേഷത്തെ നിങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുന്നെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ദൈവബദ്ധലായി തീരാൻ കഴിയും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നിരവധി പ്രതിസന്ധികളാണ്
ഈ സന്ദേശം നേരിട്ടിട്ടുള്ളത്. സുവിശേഷം ഏറ്റുവാങ്ങാത്ത പ്രതിസന്ധികളില്ല, സുവിശേഷം ഏറ്റുവാങ്ങാത്ത പ്രതികൂല സാഹചര്യങ്ങളില്ല. എത്രയൊക്കെ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചിട്ടും ഈ നാളിൽ പടരുന്ന മഹത്തായ ഒരു സന്ദേശമാണ് ഞങ്ങൾ അറിയിക്കുന്ന ഈ സുവിശേഷം. ഈ സുവിശേഷത്തെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. റോമൻ കാരാഗ്രഹത്തിന്റെ മുൾമുന കൊണ്ട് മുറിച്ചു മാറ്റാൻ കഴിയുന്നതല്ല ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം. ഈ സുവിശേഷത്തിനെതിരെ അനവധി വെല്ലുവിളികൾ വന്നിട്ടും ഇന്നും വിജയകരമായി ചൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശം, അതാണ് ഞങ്ങൾ അറിയിക്കുന്ന മാറ്റമില്ലാത്ത സുവിശേഷം. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗോന്നതങ്ങളിൽ കരേറിപ്പോയി വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ഘാതനായ സന്ദേശമാണ് ഞങ്ങൾ അറിയിക്കുന്ന ഈ സത്യ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷമാണ് ഞങ്ങളെയും ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഒരു നല്ല ദൈവപൈതലാക്കി മാറ്റിയത്. സ്തോത്രം. അതുകൊണ്ട് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളൊക്കെ വിലയിരുത്തി പഠിക്കുന്ന ഏവർക്കും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ ലോകത്തിന്റെ കാലഗതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഇന്നത്തെ സാഹചര്യങ്ങൾ, അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്ന മഹാവ്യാധികൾ, ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമ്മൾ ഈ 2-3 ദിവസമുള്ള മാധ്യമ വാർത്തകൾ വായിച്ചു കാണും. മൊറോക്ക സഹാറ മരുഭൂമിയിൽ 2 ദിവസം 2 ദിവസം കൊണ്ട് പെയ്ത് തീർത്തത് 1 വർഷത്തോളം പെയ്യേണ്ട മഴയാണ്. ജനമെല്ലാം ഭയത്തോടെ അതിനെ വീക്ഷിക്കുകയാണ്. എന്താണ് ഇത്ര പ്രതികൂലമായ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം ഈ സഹാറ പോലുള്ള മരുഭൂമിയിൽ കണ്ടു തുടങ്ങിയത്? ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളുടെ ഗതികൾ, സംഭവവിശേഷങ്ങൾ നമുക്കറിയാം. വലിയ ഒരു യുദ്ധം ഇവിടെ പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വിശുദ്ധ ബൈബിൾ വിലയിരുത്തി പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടെ ഇവിടെ ഉണ്ടാകുമെന്ന് തിരുവചനം ആധികാരികമായി പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു കാര്യം ഉറപ്പിക്കട്ടെ. ഞങ്ങൾ കാത്തിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളിവിടെ വിളംബരം ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഒരു വലിയ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. വിമർശന ബുദ്ധിയോടെങ്കിലും ഈ സന്ദേശത്തിന് മുമ്പാകെ നിങ്ങളെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഒരു പരീക്ഷണത്തിനെങ്കിലും നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, ഇന്നുവരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഒരു വലിയ സമാധാനം, വലിയ സന്തോഷം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. ആരെങ്കിലും രോഗികളായി മാറപ്പെടുന്നെങ്കിൽ, വിവിധ വിഷയങ്ങളെ കാവിലപ്പെട്ട് ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഈ സന്ദേശത്തെ കേൾക്കുന്നെങ്കിൽ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങളെ അലട്ടുന്ന പ്രശ്നത്തിന് മദ്യം ഒരു പരിഹാരമല്ല. പരിഹാരകൻ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശുവിനോട് പറയാമോ, എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം തരണം, എന്റെ തലമുറയുടെ വഴിവിട്ടുപോയ ജീവിതത്തിൽ ഒരു വ്യത്യാസം തരണം. ആ യേശുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു വാക്കിൽ നിങ്ങൾ അറിയാവുന്നതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷം, ഈ സമാധാനം നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും എന്ന് ഞങ്ങളോട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിന് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കാൽവരിയുടെ കുലക്കുളത്തിൽ യാഗമായി തീർന്നത്. എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് യേശു കാൽവരി യാഗമായി തീർന്നത്. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധാനത്തിൽ നിന്ന് സമർപ്പിക്കാം. ഞങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും രോഗിയായി ഭാരപ്പെടുന്നെങ്കിൽ, മറ്റു ചില വിഷയങ്ങളെ ഓർത്ത് ആകുലപ്പെടുന്നെങ്കിൽ, ഇനി ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ കൊച്ചു സന്ദേശത്തെ കേട്ട് ഈ ഭവനത്തിന്റെ എവിടെയെങ്കിലും ആരെങ്കിലും ഈ സന്ദേശത്തെ കേട്ട് വിവിധ വിഷയങ്ങളെ ഓർത്ത് ആകുലപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെങ്കിൽ, ഞങ്ങളുടെ വിലപ്പെട്ട ദേവദാസന്മാർ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയൊക്കെ സൗഖ്യം കർത്താവ് കൊടുക്കണം, ഒരു സമാധാനം ആ ഭവനത്തിന് കൊടുക്കണം. ആ സമാധാനം തിങ്ങി നിറഞ്ഞിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളുടെ മേലും
യേശുവിന്റെ സമാധാനത്താൽ ഭവനം നിറയട്ടെ, വ്യക്തികൾ നിറയട്ടെ. ആ യേശുവിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ അവരെ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കേട്ട സന്ദേശത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇവിടെ അടുത്തുള്ള IPC സഭയുണ്ട്, അവിടെ ദൈവദാസനുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ അവിടെ പോയി പറയുകയോ പ്രാർത്ഥിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവങ്ങളേക്ക് നിങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിശ്ചയമായ നാമത്തിൽ തന്നെ. ആമേൻ.